ഇക്കൂട്ടത്തില് മീര ജാസ്മിൻ അവതരിപ്പിച്ച ചാരുലത എന്ന ക്യാരക്ടർ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് ഹെയ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. ആ ചിത്രത്തിലെ ഈ ഒരു ക്യാരക്ടറെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ സ്വാതി, ബോധയിലെ ചീഫ് സൈക്കോളജിസ്റ്റ് ആണ്. ഈ വീഡിയോയിൽ പറയുന്നത് ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് എന്നുള്ളതല്ല, പക്ഷെ സെഷനുകളിൽ ഞങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന ചില ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിലെ ഈ ഒരു ക്യാരക്ടറിൽ കാണാൻ കഴിയും. ചിത്രം തുടങ്ങുമ്പോൾ തന്നെ മീര ജാസ്മിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്നും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഓടി ഒളിച്ചു പോയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ്. എന്തുകൊണ്ട് ഓടി ഒളിച്ചു പോയി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ ആരുമായിട്ടും യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും കീപ്പ് ചെയ്യുന്നില്ല, ആരോടും പറഞ്ഞിട്ടുമല്ല ഈ ഒരു പോക്കർ പോയേക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്യാരക്ടർ ഇങ്ങനൊരു ബിഹേവിയർ കാണിക്കുന്നത് എന്നുള്ളതാണ് ചിത്രം കംപ്ലീറ്റ്ലി പറയുന്നത്. നരേൻ അവതരിപ്പിച്ച അഭി എന്ന ക്യാരക്ടറുമായിട്ട് ഇവർക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് ഈ ചിത്രത്തിലുള്ളത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യും തൊട്ട് എൻഡ് ചെയ്യും വരെ ഇവർ തമ്മിലൊരു ഫൈറ്റ്സ്, ആർഗ്യുമെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഫൈറ്റ്സും ആർഗ്യുമെന്റ്സും ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എപ്പോഴും മീര ജാസ്മിന്റെ ക്യാരക്ടറാണ്. അതിനുശേഷം അയാളുടെ ഭാഗത്ത് നിന്ന്, അതായത് അഭിയുടെ ഭാഗത്ത് നിന്ന് അപ്പോളജി വരുമ്പോഴോ അല്ലെങ്കിൽ റിയേഷൻസ് കിട്ടുമ്പോഴത്തേനോ ഇവർ ഓക്കെ ആവുകയും ചെയ്യും. ചിത്രത്തില് ഇവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ പറ്റി ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് അവർക്ക് സംശയമുണ്ട് എന്നുള്ള നിലയിലാണ്. അതായത് യൂഷ്വലി റിലേഷൻഷിപ്പ് പോകുന്ന ഒരു പാറ്റേണിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. ഇപ്പൊ ഒരു സീൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇപ്പൊ അബിയുടെ പാരന്റ്സ്, അമ്മയോ മറ്റോ ഇദ്ദേഹത്തെ വിളിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോഴത്തേന് അവർ വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഇവരുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് അമ്മ സംസാരിക്കില്ല. അപ്പൊ ആക്ച്വലി അമ്മ ഇവരെ വിളിക്കാമെന്ന് പറയുന്നു, അമ്മ ആ ഒരു വാക്കിൽ നിന്ന് പിന്മാറുന്നു. സ്വാഭാവികമായിട്ടും ദേഷ്യം വരേണ്ടത് അയാളുടെ അമ്മയോടാണെങ്കിലും ചാരുലതയ്ക്ക് ഭയങ്കരമായിട്ടും ഇൻസെക്യൂർ ആവുന്നത് അഭിയുടെ കേസിലാണ്. അതായത് അച്ഛനോടുള്ള പേടി കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കാരണമോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇയാൾ പോയി പോകുമോ എന്ന് അയാളോട് അപ്പം തന്നെ അവർ ചോദിക്കുന്നുണ്ട്. അവർ അത്രത്തോളം ഒരു അബാൻമെന്റ് ഫിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വളരെയധികം ഇൻസെക്യൂർ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എപ്പോഴും അവർക്ക് താൻ അത്ര ഓക്കെ ആണോ, തനിക്ക് ഈ റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സീനിൽ ഇപ്പൊ അഭിയുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് അഭി ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴത്തേന് ഈ ചാരുലത അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിത് ചെയ്യുന്നത് ശരിയാണോ, എത്താത്ത കൊമ്പത്ത് പിടിക്കുന്ന പോലെ ആയി പോവോ. അപ്പൊ എന്തോ ഒരു ഷെയിം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അബിയുടെ പാരന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ IAS ആണ്, അങ്ങനെയൊക്കെ ഒരു അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇവരിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, നമുക്ക് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഇമോഷണൽ പെയിനിലൂടെയാണ് ചാരുലത പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനിഷ്യലി ഞാൻ പറഞ്ഞതുപോലെ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും ഫൈറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ചാരുലതയുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹം റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു എഫേർട്ടും ഇടാതിരിക്കുന്ന ആളല്ല. വീണ്ടും അഭി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് ചാരുലത പാരന്റ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ കുറെ നേരം ഇവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് സ്വാഭാവികമായിട്ടും ആർക്കായാലും ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പക്ഷെ അവർ ദേഷ്യം കാണിക്കുന്നത് എഗെയിൻ ഇദ്ദേഹത്തോടാണ്, അഭിയോടാണ്. അപ്പൊ അതിന് കാരണം ഇവരുടെ ഫീലിങ്സ് ഒരു പക്ഷെ അയാൾ പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ചാരുലതയ്ക്ക് ഒരു ലേബലിംഗ് സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴും വെറുതെ ഫൈറ്റ്സ് ഉണ്ടാക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ. അവർക്കുണ്ടാവുന്ന ഓരോ സിറ്റുവേഷൻസും, അതായത് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ചാരുലത വെറുതെ ഒരു ഫൈറ്റ്സ് ഉണ്ടാക്കുകയല്ല, അവർക്ക് ഓരോ തരത്തിലുള്ള ട്രിഗേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ട്രിഗേഴ്സ് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാതെ പാസ്റ്റിലൂടെ കണക്ട് ആയി പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാരുലതയുടെ വീട്ടിലേക്ക് അഭി തന്റെ പാരന്റ്സുമായിട്ട് പെണ്ണ് കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനിൽ അഭിയുടെ അച്ഛൻ ചാരുലതേനെയും അയാളുടെ അച്ഛനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ചാരുലതയുടെ ലൈഫിൽ ഒരു മോശം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചാരുലതയുടെ അച്ഛന്റെ ലൈഫിൽ ഏറ്റവും മോശം എക്സ്പീരിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻസൾട്ട് ചെയ്യുകയാണ് അദ്ദേഹം. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ചാരുലതയുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മറ്റൊരു പുരുഷനുമായിട്ട് ഒളിച്ചോടി പോയ ഒരാളാണ്. അപ്പോൾ അച്ഛന് അതൊരു ക്രോണിക് ഷെയിമും അല്ലെങ്കിൽ തന്നെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, മകൾക്കും അതുപോലെ തന്നെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ആ കാര്യം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയല്ല ചെയ്യുന്നത്, വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന ഭാഷയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. അപ്പൊ ചാരുലതയുടെ ഏറ്റവും വലിയ ട്രിഗർ പോയിന്റ് അത് തന്നെയാണ്. അപ്പൊ ഈ ഒരു സീനിലും ഇവരുടെ ക്യാരക്ടറിനെ ആളുകൾക്ക് പൊതുവെ തെറ്റിദ്ധാരണ ഉണ്ടാകാം. കാര്യം അച്ഛൻ അങ്ങനെ പറയുമ്പോൾ ഇത്രത്തോളം മോശമായിട്ട് പെരുമാറേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഈ ഒരു കുട്ടി വളർന്ന് വലുതായി ഇത്രയും നാൾ എത്തുമ്പോഴത്തേനും അച്ഛനോട് മാത്രമാണ് അവർക്ക് ലോയൽറ്റി, അച്ഛനോട് മാത്രമാണ് അവർക്ക് സ്നേഹം. അപ്പോൾ ആ അച്ഛനെയാണ് ഒരാൾ വന്ന് ഇൻസൾട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അഭിയുടെ ക്യാരക്ടർ ഒരു തരത്തിലും ഇവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുമില്ല, അച്ഛനെതിരെ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ചാരുലതയ്ക്ക് ആ ഒരു സമയത്ത് ഇമോഷണലി ഭയങ്കരമായിട്ടും ട്രിഗേർഡ് ആകും. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ആയുധമാണ് ഈ ആങ്കർ എന്നുള്ളത്. ഇതിനെ തുടർന്ന് ഈ ഒരു ഇമോഷണൽ പെയിൻ കാരണം ചാരുലതയുടെ അച്ഛൻ വീണ്ടും മദ്യപിക്കുകയും അദ്ദേഹം മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ചാരുലത പിന്നും ക്യാരി ചെയ്യേണ്ടി വരുന്ന അടുത്തൊരു ട്രോമയാണ്, റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാവുന്ന അടുത്തൊരു ബുദ്ധിമുട്ടാണ്. അതിനെ തുടർന്ന് ഇവര് റിലേഷൻഷിപ്പിൽ നിന്ന്
ഇനി തുടരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് ചിലപ്പോൾ ഇമ്മച്ചുവർ ആയിട്ട് തോന്നാമെങ്കിലും പൊതുവെ ഇമോഷണലി ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവർ കാണിക്കുന്ന ഒരു അവോയ്ഡൻസ് ആണ് പുള്ളിക്കാരി ആ ഒരു സീനിൽ കാണിക്കുന്നത്. ഇതിനർത്ഥം ചാരുലത കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ടോളറേറ്റ് ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ അവർ ക്യാരി ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള ഇമോഷണൽ തിങ്സ് ആണ്. അച്ഛന്റെ മരണം, അതുപോലെ തന്നെ അഭിയുമായിട്ടുള്ള ബ്രേക്കപ്പ്, ഇങ്ങനെ കുറെ കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ഫ്രണ്ട്സ് ഇവരറിയാതെ അഭിയും ഇവരുമായിട്ടുള്ള മാരേജ് ഫിക്സ് ചെയ്യുകയും പക്ഷേ മറ്റൊരാളുമായിട്ടാണ് അഭിയുടെ മാരേജ് ഫിക്സ് ചെയ്തത് എന്ന് പറയുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ ഈ പറയുന്ന ക്യാരക്ടറിന്, ചാരുലതയുടെ ക്യാരക്ടർ അറിയില്ലല്ലോ ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന്. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും പ്രഷറാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അയാൾ മുന്നോട്ട് പോകണ്ടാന്ന് തീരുമാനിച്ചത് അഭിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, മറിച്ച് ഒരു തരത്തിലുള്ള സ്ട്രെസ് റെസ്പോൺസ് മാത്രമാണ്. ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ തനിക്ക് വെർത്തില്ല എന്ന് തോന്നുന്ന തരത്തിൽ അയാൾ മാറിയത് കൊണ്ട് മാത്രമാണ്. അപ്പോ വീണ്ടും ആ റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് പോകുന്നു എന്നുള്ളൊരു ഇമേജ് ആണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം പെയിൻ ആയിരിക്കും ആ ക്യാരക്ടർ കടന്നു പോവേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഈ കല്യാണത്തിന് പോകുമ്പോഴത്തേന് എല്ലാവരും കൂടി ഇവരുടെ പെയിനെ ഒട്ടും വാലിഡേറ്റ് ചെയ്യാത്ത നിലയിൽ തമാശ പറയും, ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരൊന്ന് കുറച്ചൊന്ന് വയലന്റ് എന്ന് പറയാൻ കഴിയില്ല, ജസ്റ്റ് ഒന്ന് ഇമോഷണൽ റെസ്പോൺസ് കാണിക്കുമ്പോൾ തന്നെ ഇപ്പൊ റോമയുടെ ക്യാരക്ടർ പറയും അങ്ങനെയാണ് നീ ഇറങ്ങി പൊക്കോന്ന്. അങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് ഇവർ ഡിസിഷൻ എടുത്ത് പോകുന്നത്. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കുന്ന ആളാണ്, പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ആവുന്ന ആളാണ്. പക്ഷെ അയാൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലുമാണ്. സോ എന്തുകൊണ്ടാണ് ചാരുലത എന്ന ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആകുന്നത്? ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേന് ഒരുപാട് ക്ലയൻസിന് കാണുന്നതാണ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ഇപ്പൊ ചാരുലതയുടെ കേസ് പോലെ ചാരുലതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരു സെപ്പറേഷൻ ആണ്, അമ്മയിൽ നിന്നുള്ള സെപ്പറേഷൻ, ഒരു അബാൻമെന്റ് ഇഷ്യൂസ്, അച്ഛനോടുള്ള അമിതമായിട്ടുള്ള ലോയൽറ്റി, കാരണം അച്ഛനാണ് ഇവരെ വളർത്തി വലുതാക്കിയത് എന്നുള്ളൊരു ബോധം. അപ്പോ വളരെയധികം പ്രഷറാണ് ഒരു കുട്ടി എന്ന നിലയിൽ അവർ അനുഭവിക്കേണ്ടി വന്നത്. ഒരു കുട്ടിക്ക് എടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ. അതുവഴി ഇവരുടെ ബിഹേവിയറിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? ബിഹേവിയറിലുള്ള ചേഞ്ചസ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ വലിയ ട്രസ്റ്റ് ഇവർക്കില്ല. അതായത് എപ്പോഴും ഒരു അബാൻമെന്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് സെൽഫായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അൺലവബിൾ ഫീലിങ്സ്, ആർക്കും തന്നെ താനായിട്ട് സ്നേഹിക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അഫക്ട് ചെയ്യും എന്നുള്ളൊരു ഭയം. പിന്നെ ഇവരുടെ ബിഹേവിയറിൽ നമുക്ക് കാണാൻ കഴിയും, ഈ സിനിമയിൽ ഉടനീളം കാണാൻ കഴിയും, ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആണ്. എപ്പോഴാണ് ഒരു ത്രെറ്റ് വരുന്നത്, എവിടെയാണ് ഒരു പ്രശ്നം, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ട്രിഗേഴ്സ് വരുമ്പോൾ തന്നെ റിയാക്ട് ചെയ്തു പോകുന്നത്. അപ്പൊ ഇവർക്ക് ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർ, അതായത് അഭിയുടെ ക്യാരക്ടർ വളരെ സപ്പോർട്ടീവ് ആയിരിക്കാം, വളരെ പാവമായിരിക്കാം, പക്ഷെ അദ്ദേഹം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് അദ്ദേഹം ചെയ്യുന്നില്ല. എല്ലായ്പ്പോഴും ചാരുലതയ്ക്ക് എല്ലാ ഇഷ്യൂസും ഒറ്റയ്ക്ക് സോൾവ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ചിന്തയാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട രീതിയിൽ ഒന്നും തന്നെ അദ്ദേഹം പെരുമാറുന്നില്ല. അപ്പൊ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള മിസ്ബിഹേവിയേഴ്സ് വരുമ്പോഴത്തേന് അയാളുടെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഒരു സപ്പോർട്ട് ഫീൽ ചെയ്തേനെ. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ചാരുലതയുടെ ക്യാരക്ടറിനെ ന്യായീകരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന മനുഷ്യർക്ക്, ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും അറ്റാച്ച്മെന്റ് ഇഷ്യൂസും ഉള്ള മനുഷ്യർക്ക് പെട്ടെന്നായിരിക്കാം ചിലപ്പോൾ റിയാക്ഷൻസ് വരുന്നത്. അത് പരിഹരിക്കേണ്ടത് അവർ തന്നെയാണ്. അപ്പൊ ചാരുലതയെ പോലുള്ള ആളുകൾക്ക് വേണ്ടത് ഒരു അവോയ്ഡൻസ് അല്ല, മറിച്ച് നിങ്ങൾ തെറാപ്പിയോട് അപ്രോച്ച് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിനെ ഒന്നും കൂടി പരിശോധിച്ച് അവയിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അല്ലാതെ റിലേഷൻഷിപ്പിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല.